ബംഗാൾ രാഷ്ട്രീയത്തിൽ അവിശ്വസനീയമായ ഭൂകമ്പമാണ് ഇന്നലെ നടന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ കോട്ടകളെല്ലാം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞ കാഴ്ച. സ്വന്തം തട്ടകമായിട്ടുള്ള ഭവാനിപൂരിൽ സാക്ഷാൽ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് ദയനീയ പരാജയം, അതും പഴയ വിശ്വസ്തനായിട്ടുള്ള സുവേന്ദു അധികാരിയോട്. നന്ദിഗ്രാമിന് ശേഷം ഭവാനിപൂരിലും മമതയെ വീഴ്ത്തി സുവേന്ദു ഒന്നല്ല രണ്ട് വട്ടമാണ് തൃണമൂലിന് മേൽ ഇടുത്തിയായി മാറിയിരിക്കുന്നത്. ബംഗാൾ ഇപ്പോൾ പൂർണ്ണമായും കാവിയണിഞ്ഞിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ ഏറ്റവും പുതിയ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 15,105 വോട്ടുകൾക്കാണ് BJP-യുടെ സുവേന്ദു അധികാരി മമതയെ തറപറ്റിച്ചത്. 20 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ സുവേന്ദു 73,917 വോട്ടുകൾ അടിച്ചെടുത്തപ്പോൾ മമതയ്ക്ക് നേടാനായത് വെറും 58,812 വോട്ടുകൾ മാത്രം. മമതയുടെ വ്യക്തിപരമായിട്ടുള്ള തോൽവിക്ക് പുറമെ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ചരിത്ര വിജയം കുറിക്കുകയാണ്. 294 സീറ്റുകളിൽ 208ലും BJP ആധികാരികമായി മുന്നേറുന്നു. 2021-ൽ 215 സീറ്റുകൾ ഉണ്ടായിരുന്ന തൃണമൂൽ കോൺഗ്രസ് ഇത്തവണ വെറും 79 സീറ്റുകളിലേക്ക് ചുരുങ്ങി ശ്വാസം മുട്ടുകയാണ്. ഭവാനിപൂർ എന്നത് മമതയുടെ രാഷ്ട്രീയ ജീവവായുവായിരുന്നു. 2011-ൽ മുഖ്യമന്ത്രിയായ ശേഷം ഭവാനിപൂരിൽ നിന്നാണ് മമത ജയിച്ചു കയറിയത്. പിന്നീട് 2021-ൽ നന്ദിഗ്രാമിൽ സുവേന്ദുവിനോട് തോറ്റമ്പിയപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലൂടെ ഭവാനിപൂരിൽ മത്സരിച്ചാണ് മമത അന്ന് അധികാരത്തിൽ കടിച്ചു തൂങ്ങിയത്. എന്നാൽ ഇത്തവണ സ്വന്തം തട്ടകത്തിൽ വെച്ച് തന്നെ സുവേന്ദു മമതയെ മലർത്തിയടിച്ചു. മമത എവിടേക്ക് മത്സരിച്ചോ അവിടെ സുവേന്ദു മത്സരിച്ചു. 34 വർഷത്തെ ഇടതു ഭരണത്തെ താഴെ ഇറക്കി 2011-ൽ അധികാരത്തിൽ വന്ന മമതയ്ക്ക് 15 വർഷത്തെ ഭരണത്തിന് ശേഷം ഇന്ന് അതേ ഗതി വന്നിരിക്കുന്നു. ഇത് ഭരണകൂടത്തിന്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വിധിയാണ്. ഭവാനിപൂർ BJP-യെ അനുഗ്രഹിക്കുകയും ഭീഷണിയുടെയും ഗുണ്ടായുസത്തിന്റെയും രാഷ്ട്രീയത്തെ വലിച്ചെറിയുകയും ചെയ്തു എന്നാണ് ചരിത്ര വിജയത്തിന് ശേഷം സുവേന്ദു അധികാരി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP അധ്യക്ഷൻ നിതിൻ നബീൻ എന്നിവർ നയിച്ച പരിവർത്തൻ അഥവാ മാറ്റത്തിന്റെ മാറ്റം എന്ന BJP-യുടെ പ്രചാരണം ബംഗാൾ ജനത ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. വ്യാവസായിക പുനരുജ്ജീവനം, സ്ത്രീ സുരക്ഷ, സിൻഡിക്കേറ്റ് ഭരണത്തിന്റെ അന്ത്യം എന്നീ BJP വാഗ്ദാനങ്ങൾ ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയായിരുന്നു. ഇതൊരു മാറ്റത്തിന്റെ കാറ്റല്ല, തൃണമൂലിനെ വേരോടെ പിഴുതെറിഞ്ഞ കൊടുങ്കാറ്റാണ്. ഇടത് കോൺഗ്രസ് സഖ്യം ചിത്രത്തിലേ ഇല്ലാതായി. ചരിത്രത്തിൽ ആദ്യമായിട്ട് ബംഗാളിൽ BJP തങ്ങളുടെ ആദ്യത്തെ സർക്കാർ രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ്. മമതയുടെ 4ാം ടേം എന്ന മോഹമാണ് BJP-യുടെ വികസന രാഷ്ട്രീയത്തിന് മുന്നിൽ തകർന്നടിഞ്ഞത്. ഇനി ഒരിക്കലും ഭരണത്തിൽ വരാൻ കഴിയാത്ത രീതിയിൽ തൃണമൂൽ തകർന്നടിഞ്ഞിരിക്കുകയാണെന്ന് തന്നെ പറയാം. ബംഗാളിന്റെ അടുത്ത അധികാരിയായി സുവേന്ദു ഉയർന്നു വരുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന് ഇനി പുതിയ മേൽവിലാസം അന്വേഷിക്കാം.